അസിസ്റ്റന്റ്, എല്ലാം റെഡിയാണല്ലോ? എവറിത്തിങ് ഓക്കെ. സാർ അനൗൺസ് ചെയ്തോളൂ. സഹൃദയരെ, ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ നാടകം നെക്സ്റ്റ് ബെൽ. ആസ്വദിക്കൂ. അടുത്ത ഒരു ബെല്ലോടുകൂടി ഞങ്ങളുടെ ഈ ലഘുനാടകം ആരംഭിക്കുന്നതാണ്. നെക്സ്റ്റ് ബെൽ. അസിസ്റ്റന്റ്, ബെല്ല് കൊടുത്തത് കേട്ടില്ലേ? തുടങ്ങിക്കോ തുടങ്ങിക്കോ. കനകം സ്റ്റേജിൽ കയറിയില്ലേ ഇതുവരെ? കനകം ഡയലോഗ് പറഞ്ഞുകൊണ്ട് കയറി വരൂ. ബെല്ല് കൊടുത്തു കഴിഞ്ഞു. കനകം പെട്ടെന്ന് കയറൂ സ്റ്റേജിൽ. ഡയലോഗ് തുടങ്ങൂ. എവിടെ എവിടെ ആ കുട്ടി? എവിടെ കനകം? അസിസ്റ്റന്റ്, കനകത്തിന്റെ വേഷമിടുന്ന കുട്ടി എവിടെ? അയ്യോ, അതിന്റെ പേരും മറന്നുപോയി. ഇവിടെയൊന്നും കാണുന്നില്ല. മേക്കപ്പ് ഇടുന്നത് കണ്ടതാണല്ലോ, പക്ഷെ ഇപ്പൊ ഇവിടെ എങ്ങും കാണുന്നില്ല. ശരാ, ഇവിടെ നിൽക്കുന്നത് ഞാനും കണ്ടതാണല്ലോ. അതിനിടയ്ക്ക് ഇതെവിടെ പോയി? അസിസ്റ്റന്റ്, എവരിതിങ് ഓക്കെ? എന്തൊക്കെ? കഷ്ടം കഷ്ടം. ഇതിനെയൊക്കെ വെച്ചോണ്ട് ഇത് നടത്തിക്കൊണ്ട് പോണ എന്നെ സമ്മതിക്കണം. ആ അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് ബെല്ലും കൊടുത്തുപോയി. ഇനിയിപ്പോ ഞാൻ അല്ല, എന്തായത്? ഇത് സ്റ്റേജല്ലേ, എങ്ങോട്ട് ഓടി വിളിക്കും? അയ്യോ, അതാ ഡയറക്ടറിന്റെ ദേഷ്യം വരുന്നു. ബെല്ലും കൊടുത്തു. കൈ കിട്ടിയ എന്നെ കൊന്നു കൊല വിളിക്കും. ഞാൻ ഇതുവഴി അങ്ങോട്ട് ഓടിക്കളഞ്ഞാലോ? കനകം, കനകം കുട്ടി എവിടെ പോയി കിടക്കുന്നു? ഡയലോഗ് പറഞ്ഞുകൊണ്ട് കയറൂ സ്റ്റേജിൽ. അസിസ്റ്റന്റ്, എന്തിനും ഏതിനും ചുമ്മാ അസിസ്റ്റന്റ് അസിസ്റ്റന്റ്. അവിടെ ഇരുന്ന് വിളിച്ചാൽ മതിയല്ലോ അസിസ്റ്റന്റ്. ഒരു നല്ല പേരുണ്ട്, ഗോപാലൻ. മറക്കണ്ട. ആ, എല്ലാത്തിനെയും ഒരുക്കിക്കൊണ്ട് വിട്ടിട്ടാണ് അനൗൺസ് ചെയ്യാൻ പറഞ്ഞത്. എന്തു ചെയ്യും ഇനിയിപ്പോ? മനുഷ്യരെ വിട്ടുകളാക്കാൻ നോക്കണ്ട. തുടങ്ങണേ നാടകം. അവന്റെയൊക്കെ ഒരു നെക്സ്റ്റ് ബെൽ. ബെല്ല് കൊടുത്തിട്ട് എത്ര നേരമായി? പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. കനകം. ആ, വരുന്നുണ്ട് വരുന്നുണ്ട്. എവിടുന്നോ ഓടിക്കതച്ച് വരുന്നുണ്ട്. ഇങ്ങ് വരട്ടെ, വച്ചിട്ടുണ്ട്, ശരിയാക്കി തരാം. ഇത് നിന്റെ ലാസ്റ്റ് സ്റ്റേജ്, നോക്കിക്കോ. എപ്പോഴും പറയുന്ന പോലല്ല. ആഹാ, എന്നോടാ കളി. തുടങ്ങിയോ? ഞാനില്ലാതെയോ? അതെങ്ങനെ തുടങ്ങും? അയ്യോ, വേട്ടക്കാരെ പോലെ രണ്ടും കൂടെ നിന്ന് നോക്കണമില്ലേ? കൈ കിട്ടിയ എന്നെ ഇപ്പൊ തന്നെ. ഓ, ദേ പിന്നെയും പോണു. അസിസ്റ്റന്റ്, എങ്ങോട്ട് ഓടുന്നു കൊച്ചേ? ഒന്ന് ഓടി വാ, നാടകം തുടങ്ങി. സാറേ, ഒന്നുകൂടെ അനൗൺസ് ചെയ്തോ. സഹൃദയരെ, അടുത്ത ഒരു ബെല്ലോടുകൂടി ഒരു അനൗൺസ്മെന്റും വേണ്ട, ഒരു ബെല്ലും വേണ്ട. ഒന്ന് തുടങ്ങി തൊലയ്ക്ക്. അവന്റെയൊക്കെ ഒരു നെക്സ്റ്റ് ബെല്ല്. എനിക്കിന്ന് റോള് തന്നെ. അല്ലേലും ഡയറക്ടർ സാറിന് ഇപ്പൊ എന്നെ തീരെ പിടുത്തമില്ല. പിരിച്ചു വിട്ടുകളയുമെന്ന് ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ടും കുറെ ആയി. ആ ഗോപാലൻ സാറിന്റെ ഒറ്റ ബലത്തിലാണ്. പക്ഷെ തീർന്നു, എല്ലാം തീർന്നു. ഇന്നത്തോടെ എൻ്റെ കഞ്ഞികുടി മുട്ടിയത് തന്നെ. സാറേ സാറേ, അത് അവനല്ല, അവനല്ല. എൻ്റെ മോൻ്റെ ബോഡി അല്ല, ഒരു സംശയമില്ല. എനിക്ക് പിന്നറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞിനെ? അത് അവനല്ല. നിന്ന് പിച്ചും പേയും പറയാതെ ഡയലോഗ് പറ കൊച്ചേ. കാണികളുടെ ക്ഷമ പരീക്ഷിക്കരുതേ. അവന്മാര് കല്ലെറിഞ്ഞ കൊള്ളാൻ ഈ അസിസ്റ്റന്റ് തന്നെ വേണം. അത് വേറെ ഏതോ ഒരു കുട്ടി, എൻ്റെ മോനല്ല കേട്ടോ സാറേ. പക്ഷേ ഏതോ ഒരു അമ്മയുടെ പൊന്നു മോനല്ലേ? എവിടെയോ അവൻ്റെ അമ്മ മോനെയും കാത്തിരിക്കാവൂലേ? അസിസ്റ്റന്റ്, തുടങ്ങ് തുടങ്ങ്, ഡയലോഗ് തുടങ്ങൂ കനകം.
ഡയലോഗ് ഡയലോഗ് അത് അവനല്ല, അല്ല, അത് അവൻ്റെ ബോഡി അല്ല. പക്ഷെ അവനെവിടെ? എൻ്റെ മോൻ എവിടെ പോയി? എവിടെ പോയാലും വരാൻ അല്പം താമസിച്ച എന്നെ വിളിച്ച് പറയുന്നതാണല്ലോ. ഇതിപ്പോ ഇന്ന് 3 ദിവസമായില്ലേ പോയിട്ട്. അതുകൊണ്ടല്ലേ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത്. സങ്കടം പറയാനോ ഒന്ന് അന്വേഷിക്കാനോ എനിക്ക് ആരും ഇല്ലാത്തോണ്ടല്ലേ. കൊച്ചെ, ഇതെന്തു പറ്റി? സ്ഥലകാല ബോധമില്ലാതെ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇപ്പൊ തന്നെ എന്ത് വൈകിപ്പോയെന്നറിയാമോ? ഇനി ആളുകൾ ക്ഷമിക്കുമെന്ന് കരുതണ്ട. സമയമായപ്പോ എങ്ങോട്ടോ ഓടിക്കളഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഡയലോഗ് തുടങ്ങിക്കോ. അത് പിന്നെ സാറേ, ഞാൻ റെഡിയായി ഇവിടെ വന്ന് നിന്നപ്പോൾ അല്ലേ സ്റ്റേഷനിൽ നിന്ന് വിളി വന്നത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ബോഡി കിട്ടി. അത് എൻ്റെ കുഞ്ഞിൻ്റെ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉടനെ എത്താൻ ഞാൻ അപ്പം തന്നെ ഓടി. പക്ഷെ അത് അവനല്ല, അവൻ്റെ ബോഡി അല്ല. കേട്ടോ സാറേ? കുറെ നേരമായല്ലോ, കൊച്ചു വർത്തമാനം പറയാനോ. തുടങ്ങണോ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. തുടങ്ങ്. കനകം, ഡയലോഗ്. എൻ്റെ ദൈവങ്ങളെ, എല്ലാം ഓർമ്മ വരണേ. എങ്ങാനും പാളിപ്പോയാൽ ഇതെൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. കൈവിടല്ലേ ഡാറ്റാലമ്മച്ചി. പക്ഷേ ആ കുട്ടിയെ ആരായിരിക്കും കൊന്നത്? അവൻ്റെ മുഖം ആകെ ചതഞ്ഞിരിക്കുന്നു. എന്തിനായിരിക്കും കൊന്നത്? അതോ ഇനിയും അവൻ തന്നെ കൊണ്ട് തലവെച്ച് കൊടുത്തതോ? ഇപ്പത്തെ പിള്ളേരല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് വിചാരിച്ച അപ്പം തന്നെ നടത്തണം. പക്ഷേ കാണണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഇന്ന് കുളമാക്കുന്ന ലക്ഷണമാ. ഇന്നത്തോടെ ഇതെല്ലാം അടച്ചു കൂട്ടി വീട്ടിലിരിക്കേണ്ടി വരുമോ? അസിസ്റ്റന്റ് ആയില്ല, നിങ്ങളുടെ സമയമായില്ല. ശ്യാമള അകത്ത് പോകൂ, ഞാൻ സിഗ്നൽ തരാം. സാറേ, പോയി സാറേ, എൻ്റെ പൈസ എല്ലാം പോയി. എൻ്റെ അക്കൗണ്ട് കാലി. എല്ലാം പോയി. അസിസ്റ്റന്റ്, എനിക്ക് ആരെ വട്ടുപിടിക്കുന്നു. ഇപ്പൊ എന്തിനാ അവര് കയറിയത്? അവരുടെ സമയമായില്ലല്ലോ. ഒന്ന് ഇറങ്ങിപ്പോകച്ചേ, നിന്റെ സമയമാകുമ്പോൾ വിളിക്കാം. സാറേ, എനിക്ക് നിൽക്കാൻ സമയമില്ല. എൻ്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാനൊന്ന് പൊക്കോട്ടെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് സാറേ. ഇതെന്ത് കൂത്ത്? എല്ലാത്തിൻ്റെയും പിരി ലൂസായോ? എന്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? ശ്യാമള അകത്ത് പോകൂ. എല്ലാരും കൂടി ഇതിനെ കുളമാക്കരുത്. കനകം ഡയലോഗ് തുടങ്ങൂ. ശ്യാമളയ്ക്ക് മനസ്സിലായില്ലേ? പോകൂ അകത്ത്. സാറേ, ഓരോരോ പൈസയായി കൂട്ടി വെച്ചതാണ് എൻ്റെ മോളെ കല്യാണ ആവശ്യത്തിന്. രൂപ 1 2 1.5 ലക്ഷം രൂപയാ ഒറ്റയടിക്ക് പോയി കിട്ടിയത്. ഞാൻ എങ്ങനെ സഹിക്കും? ബാങ്കിലിട്ട കാശ് അങ്ങനൊന്നും ചുമ്മാ പോവില്ല. അത് അവിടെ തന്നെ കാണും. എല്ലാം ആരോ വലിച്ചുകൊണ്ട് പോയി സാറേ. ഇനി വെറും 500 രൂപയെ ബാലൻസ് ഉള്ളൂ എന്ന് മെസ്സേജ് വന്നു. ഇതാ കണ്ടോ? OTP പറഞ്ഞു കൊടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാക്കൂല വിഡ്ഢികൾ. ആരും ചോദിച്ചുമില്ല, ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഈ പറഞ്ഞ OTP. ആ, നാടകം ഒന്ന് തീരട്ടെ, നമുക്ക് ബാങ്കിൽ പോയി തിരക്കാം. ഇന്ന് വല്ലതും നടക്കൂടെ? ഒരു ക്ഷമാപണത്തോടുകൂടി ഞങ്ങൾ തുടങ്ങട്ടെ. നെക്സ്റ്റ് ബെൽ. മാമ എൻ്റെ അമ്മ കണ്ട? ഏതമ്മ, ഏത് മാമൻ? അത് കൊള്ളാം. അസിസ്റ്റന്റ്മാരെ ഇപ്പം മാമനായോ? എന്താ കുട്ടി ആരാ? മാമ, ഞാൻ ഇവിടെ ഒന്ന് ഒളിച്ചിരുന്നോട്ടെ. ബെസ്റ്റ്. ഒളിച്ചു കളിക്കാൻ പറ്റിയ സ്ഥലം. ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഒന്ന് പോവച്ചേ. എനിക്ക് പേടിയാവുന്നു മാമ, എന്നെ പറഞ്ഞു വിടല്ലേ. ആ ചേട്ടന്മാര്, ഞാൻ ഒന്ന് ഇവിടെ ഒളിച്ചിരുന്നോട്ട് മാമ. അസിസ്റ്റന്റ്,
ഇറക്കി വിടും അതിനെ. ആ ശ്യാമളയും പോകാൻ പറയൂ. കനകൻ ഡയലോഗ് തുടങ്ങോ. കുട്ടി ഒന്ന് ഇറങ്ങി പോകൂ. പോ പോ പോ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അയ്യോ. എന്നെ പെട്ടെന്ന് വിളിക്കണേ. അതിനെ ഇറക്കി വിടണ്ടായിരുന്നു. ആരെയോ കണ്ട് പേടിച്ചോടി വന്നതല്ലേ. കനകം, ആ കുട്ടി ഏതാ? അതെന്തിനാ വന്നത്? നിങ്ങളാരാ? ഞാനോ? ഞാൻ നിങ്ങളുടെ നാടകം കാണാൻ വന്നതാണ്. ദേ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ആ കുട്ടി അമ്മയും ചോദിച്ചുകൊണ്ട് ഓടി കിതച്ച് വന്നത്. പക്ഷേ അത് പിന്നെ ഇങ്ങോട്ടാണല്ലോ ഓടി കയറിയത്. അതെവിടെ? എങ്ങോട്ട് പോയി? നിങ്ങൾക്കറിയോ അതിൻ്റെ അമ്മയെ? കുട്ടി അറിഞ്ഞൂടാ, അമ്മ അറിഞ്ഞൂടാ. അത് ഒളിച്ചു കളിക്കാൻ വന്നതാ, അതും ഇവിടെ. അസിസ്റ്റന്റ്, എല്ലാ മാരണങ്ങളും ഇങ്ങോട്ട് വെച്ച് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് പുറത്തു പോകൂ. കനകം, ആ കുട്ടി എന്തോ കണ്ട് പേടിച്ചോടി വന്നതാണല്ലോ. എങ്ങോട്ട് ഓടി? അതിൻ്റെ അമ്മയെ കണ്ടുകിട്ടി കാണുമോ? പാവം. കനകം, ഇനി തുടങ്ങിക്കോ. ഒന്ന് തുടങ്ങി കിട്ടിയാലല്ലേ തീർക്കാൻ പറ്റൂ. അടുത്ത തലവേദന വന്ന് കയറും മുൻപ് തുടങ്ങ്. മാമ, ഞാൻ ഒന്ന് ഇവിടെ ഒളിച്ചിരുന്നോട്ടോ മാമ. ആ ചേട്ടന്മാര് പിന്നെ എന്നെ പറഞ്ഞു വിടല്ലേ മാമ. എനിക്ക് പേടിയാവുന്നു. എൻ്റെ അമ്മ വരുന്നവരെ ഞാൻ ഇവിടെ ഒന്നിരുന്നോട്ടോ മാമ. അതിൻ്റെ ഒരു വാശി. ഇവിടെ തന്നെ ഒളിച്ചു കളിക്കണം. നിന്റെ ചേട്ടന്മാരോട് പോയി ഒളിച്ചു കളിക്കു വെച്ചേ. അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് പോയി അടങ്ങിയിരുന്ന് നാടകം കാണും. സുഖമില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമോ? സുഖമില്ലെങ്കിൽ വീട്ടിലിരിക്കണം. എല്ലാരും കൂടെ മനുഷ്യനെ വട്ടുപിടിപ്പിച്ച്. അപ്പോഴാ അതിന്റെ ഒരു ഒളിച്ചു കളി. പോ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അമ്മ അമ്മ. കഷ്ടം. വേണ്ടായിരുന്നു, പറഞ്ഞു വിടണ്ടായിരുന്നു. കഷ്ടം പറഞ്ഞ് നിൽക്കാതെ ഡയലോഗ് തുടങ്ങും കനകം. സാറേ, ഞാൻ ബാങ്ക് മാനേജറെ വിളിച്ചു. എൻ്റെ കാശ് മുഴുവൻ കൊച്ചിയിലെ ഒരു ഏറ്റിൽ നിന്നാണ് പോയത്. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഡയറക്ടർ സാറേ, എൻ്റെ ഡയലോഗ് ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഒന്ന് പോകാൻ അനുവദിക്കണം. ആ, കിട്ടിപ്പോയി. നിന്റെ മോള് കൊച്ചിയിലല്ലേ ഇന്റർവ്യൂവിന് പോയത്? അതിന് ATM കാർഡ് ശ്യാമയുടെ കയ്യിലല്ലേ, പിന്നെ എങ്ങനെ? അത് അവളെ കയ്യിലാണ് സാറേ. അവളല്ലേ കാശ് ഇടുന്നതും എടുക്കുന്നതും. എന്നാ പിന്നെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട, നമുക്ക് തുടങ്ങാം. ശ്യാമള അകത്ത് പോകൂ. എങ്ങോട്ടും ഓടിക്കളയരുത്. സമയമാകുമ്പോൾ കൃത്യമായിട്ട് കയറി വരണം. കംപ്ലൈന്റ് കൊടുക്കണ്ടേ? സാറിന്റെ കാശാണ് പോയതെങ്കിൽ ഇങ്ങനെ പറയുമോ? ATM കാർഡ് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിയാത്തോണ്ടല്ലേ. കംപ്ലൈന്റ് കൊടുക്കണോ? കൊടുക്കാം. ഇനിയുള്ള കാലം മോള് ജയിലിൽ കഴിഞ്ഞോളൂ. നിക്ക്. നിന്റെ മോൾ എന്നാണ് പോയത്? അത് 3 ദിവസമായി. അപ്പൊ ചുമ്മാതല്ല എൻ്റെ മോൻ വിളിക്കാത്തത്. എടി, നിന്റെ മോൾ എൻ്റെ കൊച്ചിൻ്റെ പുറകെ നടന്നപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ നീ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. നോക്കിയപ്പം കൊള്ളാം. PSC പോസ്റ്റിംഗ് മെമ്മോയും വന്നിട്ടുണ്ട്. ഒരു ചെലവും ഇല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടുമല്ലോ. കൊണ്ട് പൊയ്ക്കളഞ്ഞല്ലോ എൻ്റെ മോനെ. എല്ലാം നശിപ്പിച്ച് കളഞ്ഞ്. ആഹാ, തഞ്ചത്തിൽ എൻ്റെ മോളെ കൊണ്ട് ഇത്രയും നാളത്തെ എൻ്റെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തിട്ട് ഞാൻ വിടൂല. പട്ടിണി കിടന്നുണ്ടാക്കിയതാ അവളെ കെട്ടിക്കാൻ. ഒന്നിനെയും വെറുതെ വിടൂല. 1.5 ലക്ഷം രൂപയ്ക്ക് എല്ലാം നടന്നു കിട്ടിയത് പോരാ. അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. എന്നിട്ടും മുറുമുറുപ്പ്. അയ്യോ അയ്യോ, എന്റെ ഈശ്വരാ. അയ്യോ, എന്റെ മോൾ ഇവിടെ വന്നിരുന്നോ? നിങ്ങളവിടെ കണ്ടിരുന്നോ? അവൾ ഇങ്ങോട്ടാണല്ലോ ചൂണ്ടിക്കാണിച്ചത്. ഇല്ലല്ലേ, ഇവിടെ ഒന്നും വന്നില്ലല്ലേ? ആയിരിക്കില്ല. ഇവിടെ എന്തിനു വരണം?
അസിസ്റ്റന്റ്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? സാറന്മാര് എന്റെ കുഞ്ഞിനെ ആരോ നശിപ്പിച്ചു കളഞ്ഞു. എന്റെ കുട്ടി കണ്ടില്ലേ? എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ ദൈവമേ. എല്ലാം പോയി, എല്ലാം പോയി. ഞാൻ ആരോട് പറയും? ഞങ്ങൾ ഇനി എന്തിനു ജീവിക്കണം? അമ്മ ദാ ഈ മാമയെ. ഞാനെന്ത് ചെയ്തെന്നാ? എന്നെ നോക്കണ്ട. ഈ മാമ എന്നെ. ദേ കൊച്ചേ, വേണ്ടാത്ത വർത്തമാനം പറയരുത്. ഈ കൊച്ചല്ലേ ഇവിടെ ഒളിച്ചു കളിക്കാൻ ഓടി വന്നത്? അയ്യോ അത് തന്നെ, പറഞ്ഞതല്ലേ അവളെ ഓടിച്ചു വിടരുതെന്ന്. പിന്നെ എവിടെ പിടിച്ച് നിർത്തണമായിരുന്നോ? അപ്പോ അവൾ ഇവിടെ വന്നിരുന്നു അല്ലേ? എങ്കിൽ നിങ്ങൾ അവരെയും കണ്ടു കാണുമല്ലോ. ആരാണ് സാറേ? ഒന്ന് പറഞ്ഞതാ സാറേ. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? എന്റെ മോള് ഈ കോലത്തിലാക്കിയവർക്കുള്ള ശിക്ഷയെങ്കിലും വാങ്ങി കൊടുക്കണ്ടേ? ആരാണെന്നെങ്കിലും പറഞ്ഞു താ സാറന്മാരെ. ഞങ്ങളാരെ കണ്ടിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ കൊച്ചിനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ പോലെ. നിങ്ങൾ കണ്ടില്ലല്ലേ? ആ കൊച്ചു പേടിച്ചല്ലേ ഇവിടെ ഓടിക്കേറിയത്. അതിനെ കണ്ടറിഞ്ഞൂടെ സുഖമില്ലാത്ത കുട്ടിയാണെന്ന്. പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടിരുന്നെങ്കിലോ, ഓടിക്കുന്നത് ആരാണെന്നെങ്കിലും ചോദിച്ചോ? ചോദിച്ചാലും അവള് പറയില്ല മാഡം. അത് നമുക്ക് അറിഞ്ഞിട്ട് വേണ്ടേ? അവക്കൊന്നും അറിഞ്ഞൂടാ. അയ്യോ എന്റെ പൊന്നു മോൾ, ഇത്രയും കാലം കാവലിരുന്നത് വെറുതെ ആയി പോയല്ലോ ദൈവമേ. ഇതെങ്ങനെ സംഭവിച്ചു? അമ്മയും ചോദിച്ചുകൊണ്ടാണ് അവൾ വന്നത്. വീട്ടിൽ അടച്ചിരുത്തിയിട്ട് അടുത്തൊരു വീട്ടിൽ ജോലിക്ക് പോയതാ. തിരിച്ചു വന്ന് അവളെ കാണുന്നത് വരെ തീയാണ് മനസ്സിൽ. പട്ടിണി കിടക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങി കൊടുക്കണ്ടേ? വളരെ അടുത്തായോണ്ടാ അവളെ ഒറ്റയ്ക്ക് ഇരുത്തി പോയത്. തിരിച്ച് വീട്ടിലേക്ക് ഓടുമ്പോഴാണ് അവിടെ ആ കുറ്റിക്കാട്ടില് എന്റെ കുഞ്ഞിന് ബോധവും നഷ്ടപ്പെട്ട് ഈ അവസ്ഥയില്. എന്തൊരു ക്രൂരത! മോൾക്ക് സുഖമില്ലാത്ത കുഞ്ഞാണ് എന്റെ മോള്. അവൾക്ക് നടന്നത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അമ്മ, ഈ മാമൻ്റെ മിണ്ടല്ലേ? ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റൂലെന്നും പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞ് ഓടിച്ചു വിട്ട്. പേടിച്ചിട്ടല്ലേ അവൾ ഇങ്ങോട്ട് ഓടി വന്നത്? നിങ്ങൾക്ക് അവളെ രക്ഷിച്ചൂടായിരുന്നോ? ഈ പ്രായത്തില് നിങ്ങൾക്കും കാണില്ലേ മക്കള്? എന്നോട് ദേഷ്യപ്പെട്ടമ്മ. ഓടിപ്പോ കൊച്ചെന്നും പറഞ്ഞ് ഈ മാമനും ആ മാമനും കൂടെ ഇറങ്ങിപ്പോ കൊച്ചെന്നും പറഞ്ഞു ഓടിച്ച്. അയ്യോ എന്റെ മോളെ, എന്തുമാത്രം പേടിച്ചു കാണും. എന്റെ കുഞ്ഞിന്റെ കോലം കണ്ടില്ലേ നിങ്ങള്? വേണ്ടായിരുന്നു, അവളെ ഓടിക്കണ്ടായിരുന്നു. അത് പിന്നെ ഇവിടെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു അമ്മയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവളെ കണ്ടപ്പോ ഒരു സാധാരണ കുട്ടിയല്ലെന്ന്? ഞങ്ങള് ഇവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. അതെ, വലിയ പ്രശ്നമായിരുന്നു. ചേട്ടന്മാരെ, നിങ്ങളുടെ കുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു? എന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇനി എന്താണ് ഈശ്വരന്മാരെ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നോക്കാൻറ്റി, എന്റെ അമ്മ കരയുന്നു. ഈ മാമ എന്റെ അമ്മയെ വഴക്ക് പറഞ്ഞോ? ഇത് ചീത്തയാ, നമുക്ക് അടി കൊടുക്കാം. അമ്മ കരയണ്ട. വാ അമ്മ, വാ അമ്മക്ക് വീട്ടിൽ പോ. പറ്റിപ്പോയി. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ പറ്റിപ്പോയ വലിയൊരു പിഴവ്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അവരാരായാലും ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. ഒട്ടും സമയം കളയണ്ട, വരൂ.
ഞങ്ങളൊപ്പമുണ്ട്. പിണക്കം തീർന്നമ്മേ, നമ്മൾ സെറ്റായ? അയ്യോ എന്റെ മോളെ, ഇനിയിപ്പോ ആരെന്ത് സഹായിച്ചാലും നമ്മുടെ നഷ്ടം നമുക്ക് മാത്രം.